ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ നിങ്ങളുടെ 8ാമത്തെ സൂറത്തായിട്ട് വന്ന സൂറത്തുൽ കൗസർ ഫസ്റ്റ് പാർട്ട് തജ്വീദുൽ ഖുർആനിൽ നിന്നാണ്. നമുക്ക് സൂറത്തുൽ കൗസറിൻ്റെ തജ്വീദ് നിയമപ്രകാരമുള്ള ഖുർആൻ ഓതുന്നതിൻ്റെ വോയിസ് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് താഴെയുള്ള വർക്കുകളിലേക്ക് നോക്കാം. ഓതിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ശദ്ദുള്ള നൂനും മദ്ദും. ഇന്നാ അഅ്തൈനാക പറ്റില്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ. കൗസർ. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി സാദ് വേണം, ഫസല്ലി അല്ല. ലിറബ്ബിക റ വേണം, റ റ റ റ റ പോരാ. വൻഹർ ഹ വേണം, കുറേ ആളുകൾക്ക് ഹ ആണ്. വൻഹർ വൻഹർ രണ്ടും രണ്ടാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എങ്ങനെ? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, ശാനിയ അല്ല, ശാനിഅക അ അ അ. ഹുവൽ അബ്തർ ആണ്, ഹുവൽ അബ്തർ അല്ല. ഹുവല്ലല്ലല്ലല്ല, ഹുവൽ അബ്തർ. ഓക്കെ, ഒരുമിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അദീം. നഖ്റ വായിക്കാനാണ്. അപ്പം അതിൽ നിന്നുള്ള വേർഡ്സുകളാണ്. ഇന്ന അഅ്തൈനാക, ഇന്ന അഅ്തൈനാക. ഉന്നത്തും മദ്ദും ഒരുമിച്ച് വന്ന്, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. അഅ്തൈനാകൽ കൗസർ. അഅ്തൈനാകൽ കൽ കൗസർ. ഫസല്ലി ലിറബ്ബിക്, ലിറബ്ബിക്. വൻഹർ വൻഹർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഹുവൽ അബ്തർ. അപ്പം അത് നന്നായിട്ട് വായിക്കാൻ പഠിച്ചതിന് ശേഷം സൂറത്ത് അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് അക്ഷരങ്ങൾ നോക്കി ഓതുക. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം എന്താണ്? സാ. സാ ഖുറാനിലെ എഴുത്ത് രീതിയിൽ എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ എവിടെയാണ് സാ വന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ശരിന്നഫാസാത്തി. അപ്പോൾ ഇവിടെ സാ വന്നത് ഇവിടെയാണ്. സുമ്മ കല്ല സാ. മൻസകുലത്ത് സാ വന്നു. ഫഅസർന ബിഹി സാ. സലാസത്ത, അപ്പോൾ 2 സ്ഥലത്ത് വന്നു വിടും സാ. ഇദാ ബുഅ്സിറ സാ ഇവിടെ വന്നത്. മിസ്കാല സാ വന്ന് രണ്ടാമത്. മസ്ന വസുലാസ 3 സ്ഥലങ്ങളിൽ സാ വന്നിട്ടുണ്ട്. സ് സു സാ. ഹർക്കത്തുകളൊക്കെ മാറുന്നതൊക്കെ നന്നായി മനസ്സിലാക്കട്ടാ. ദിക്റൻ കസീറ മനസ്സിലായില്ലേ? സാ വന്നു. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി അതിൽ വരുന്ന വർക്ക് എന്താണ്? താഴെ ഒരു സൂറത്ത് തന്നിട്ടുണ്ട്, സൂറത്തുൽ സൽസാല തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സാ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എവിടെ വന്നത് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഒന്നാമത്തെ ആയത്തിലില്ല, രണ്ടാമത്തേതിൽ ഇതാ അവിടെ സ വന്നു, മൂന്നാമത്തേതിലില്ല, നാലാമത്തേതിൽ ഇതാ തുഹദ്ദിസു, പിന്നെ അഞ്ചാമത്തെ ആയത്തിലില്ല, ആറാമത്തേതിലുണ്ടോ ഇല്ല, ഏഴാമത്തേതോ ഇവിടെ ഉണ്ട് മിസ്കാല, എട്ടാമത്തേൽ അതുപോലെ മിസ്കാല. അപ്പോൾ എത്രയാണ് സാഹുകൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ ഷീനിന് 3 പുള്ളിയുള്ള അക്ഷരമാണ്. അപ്പോൾ അത് കണ്ട് എല്ലാവരും സ ആണെന്ന് വിചാരിച്ചിട്ട് അടയാളപ്പെടുത്തണ്ട കേട്ടോ. വർക്ക് എന്താ വരുന്നത്? ഇവിടെ നമ്മൾ വഖഫ് റാ കൊണ്ട് വഖഫ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇദാ അസ്ഫർ വൻഹർ ഹുവൽ അബ്തർ. അപ്പോൾ ഇവിടൊക്കെ വഖഫ് ചെയ്യുന്നത് റായിലാണ്. അപ്പോൾ അവിടൊക്കെ റാ എന്നുള്ളത് നമ്മൾ വഖഫ് കാരണം സുക്കൂന് വരുന്നു. ഹുവൽ അബ്തർ. അപ്പോൾ ഇവിടെ റൂ എന്നുള്ളത് നമ്മൾ വഖഫ് കാരണം സുക്കൂന് വന്നു. മനസ്സിലാക്കുക. വറുജിസ ഫഹ്ജുർ വസിയാബക ഫതഹിർ ഫഖറ വഖദ്ദർ അദ്ബറ വസ്തക്ബർ സുമ്മ നളർ തിസ്അത അശർ. അപ്പം അങ്ങനെ വഖഫ് കാരണം എങ്ങനെയാണ് റാ ഉച്ചാരണത്തിൽ വരുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അസ്ഫർ വൻഹർ അബ്തർ. അങ്ങനെ ലേക്ക് വഖഫ് ചെയ്യുക, സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യുക. അപ്പോൾ എത്രയാണ് സൂറത്തുൽ കൗസറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? നന്നായി മനസ്സിലാക്കി പാരായണം ചെയ്യുക. ഉസ്താദിൻ്റെ വോയിസിൻ്റെ കൂടെ നന്നായിട്ട് ഓതി പഠിക്കുക. പിന്നെ വേർഡ്സുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഇത് ഓതി പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എഴുതിയും പഠിക്കുക. എഴുതിയും പഠിച്ചാൽ അക്ഷരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അഅ്തൈനാക്കൽ കൗസർ. അപ്പോൾ ഇവിടെ കമരിയായ അക്ഷരമായ കാഫ് വന്നു. അപ്പോൾ അൽ നമ്മൾ ഉച്ചാരണത്ത് വന്നു. നമ്മൾ 1-ാം ക്ലാസ്സിൻ്റെ ബുക്കിൽ പാഠഭാഗം സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനം ഷംസിയ കമരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അത് അൽ ഉച്ചാരണത്ത് വരുന്നതും അൽ ഉച്ചാരണത്ത് വരാത്തതൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത്. മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഈ ഖുർആനോത്തിൻ്റെ കൂടെ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ അൽ അഅ്തൈനാക്കൽ കൗസർ ഹുവൽ അബ്തർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഷെജിൻ നഫാസാത്തി നമ്മളിവിടെ അല്ല് ഉച്ചാരണത്തിൽ വരൂല. ഷെജിൻ നഫാസാത്തി നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നത് ഷംസിയായ അക്ഷരമാണ് നൂന്, അതുകൊണ്ടാണ്. കമരിയായ അക്ഷരമാണ് ഏത്? ഇവിടെ അലിഫും പിന്നെ ഇവിടെ കാഫും അതൊക്കെ കമരിയായ അക്ഷരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉച്ചാരണത്ത് വരുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വോയിസ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.